സ്വർണവില സർവകാല റെക്കോർഡിലാണ്. പവന് 54,360 രൂപ. അതായത് 1,00,000 പിന്നിട്ട് വൻ കുതിപ്പിലേക്കാണ് വിലയുടെ പോക്ക്. വില കൂടിയാലും കുറഞ്ഞാലും സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായാണ് കേരള ജനത കാണുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും ഈ ലോഹത്തിന്റെ വില കൂടുകയാണ്. 2 മാസത്തിനുള്ളിൽ 8,000 രൂപയിലേറെയാണ് വർധനവുണ്ടായത്. മാർച്ച് 29-നാണ് സ്വർണവില പവന് 50,000 രൂപയ്ക്ക് മുകളിൽ എത്തുന്നത്. ശേഷം 54,000 രൂപയിലെത്താൻ വേണ്ടി വന്നത് വെറും 18 ദിവസം മാത്രമാണ്. 1965-ൽ 100 രൂപയിൽ താഴെയായിരുന്നു സ്വർണത്തിന് വില. 1980-ൽ 10 ഗ്രാം സ്വർണത്തിന്റെ ശരാശരി വില 1,800 രൂപയായി. എന്നാൽ ദശാബ്ദങ്ങൾക്കിപ്പുറം സ്വർണവില 1,00,000 കടന്നിരിക്കുകയാണ്. 2000-ന് ശേഷമാണ് സ്വർണവിലയിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. ആഘോഷങ്ങളിലും സാംസ്കാരിക ചടങ്ങുകളിലും സ്വർണം വ്യാപകമായി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് വലിയൊരു തിരിച്ചടിയായിരിക്കുകയാണ്. സ്വർണമില്ലാതെ കല്യാണം നടത്താനും അല്ലെങ്കിൽ സ്വർണ്ണാഭരണത്തിന് പകരം മറ്റ് ആഭരണങ്ങൾ ഉപയോഗിക്കാം എന്നുമുള്ള തീരുമാനത്തിലുമാണ് ചില കുടുംബങ്ങൾ. എങ്ങനെയാണ് ഇത്തരമൊരു വിലക്കയറ്റത്തിലേക്ക് സ്വർണം എത്തിയത്? ഡോളർ സൂചികയിലെ ഇടിവ്, കേന്ദ്ര ബാങ്കുകളുടെ വൻതോതിലുള്ള സ്വർണത്തിന്റെ കരുതൽ ശേഖരങ്ങൾ, ആഗോള സാമ്പത്തിക വളർച്ചയെ തുടർന്നുള്ള ആശങ്കകൾ, ചൈനീസ് വിപണിയിലെ സ്വർണത്തിനുള്ള ഡിമാൻഡ്, അമേരിക്കയുടെ സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവ് സിസ്റ്റം പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചന എന്നിവയാണ് വിലക്കയറ്റത്തിന് കാരണമായി കണക്കാക്കുന്നത്. ഇറാൻ ഇസ്രായേൽ യുദ്ധവും കാരണമായിട്ടുണ്ടെന്ന് നിരീക്ഷകർ പറയുന്നു. വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ ആഗോള വിപണിയിൽ സ്വർണത്തിന്റെ മൂല്യം US ഡോളറിലാണ് കണക്കാക്കുന്നത്. ഇന്ത്യയിലെ സ്വർണവിലയും ഡോളർ സൂചികയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. US ഡോളർ ശക്തിപ്പെടുമ്പോൾ ഡോളർ മൂല്യത്തിൽ സ്വർണത്തിന്റെ വില കുറയുന്നു. നേരെ മറിച്ച് US ഡോളർ ദുർബലമാകുമ്പോൾ സ്വർണത്തിന്റെ വില വർദ്ധിക്കുകയും ചെയ്യുന്നു. അമേരിക്കയുടെ സെൻട്രൽ ബാങ്കായ ഫെഡറൽ റിസർവ് സിസ്റ്റം പലിശയുടെ നിരക്ക് കുറയ്ക്കുന്നത് സ്വർണവില കുറയുന്നതിന് കാരണമാകുന്നു. സ്വർണത്തിന് സാധാരണയായി പലിശ നിരക്കുമായി വിപരീത ബന്ധമാണുള്ളത്. പലിശ നിരക്ക് കുറവായിരിക്കുമ്പോൾ സ്വർണം കൈവശം വയ്ക്കുന്നതിനുള്ള അവസര ചിലവ് കുറയുന്നു. ഇത് സ്വർണത്തിന് ഡിമാൻഡ് കൂടുന്നതിനും വില വർദ്ധിക്കുന്നതിനും കാരണമാകുന്നു. നേരെ മറിച്ച് ഉയർന്ന പലിശ നിരക്ക് ഒരു നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ ആകർഷണം കുറയ്ക്കുകയും വില കുറയാൻ ഇടയാക്കുകയും ചെയ്യുന്നു. ചൈനയിൽ സ്വർണത്തിന്റെ ആവശ്യകത വർദ്ധിച്ചു വരുന്നതും ഇന്ത്യയിൽ സ്വർണ്ണനിരക്ക് ഉയർത്താൻ കാരണമായിട്ടുണ്ട്. ചൈനയിലെ യുവാക്കൾക്കിടയിലെ സ്വർണത്തോടുള്ള താല്പര്യമാണ് ഇതിലേക്ക് നയിച്ചത്. കൂടാതെ അവിടുത്തെ സാമ്പത്തിക മാന്ദ്യം കാരണം ജനങ്ങളും സെൻട്രൽ ബാങ്കുമെല്ലാം സാമ്പത്തിക സുരക്ഷയ്ക്കായി സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. സ്വർണ ലഭ്യതയിലെ കുറവും വിലക്കയറ്റത്തിന് കാരണമാണ്. വെനിസ്വേല സ്വകാര്യ സ്വർണ്ണ ഖനനം നിരോധിച്ച് ഖനികളെ ദേശവൽക്കരിച്ചതും ഖാസിയും സൗത്ത് ആഫ്രിക്കയും അനധികൃത സ്വർണ്ണ ഖനനം നിയന്ത്രിതമാക്കിയതും സ്വർണത്തിന്റെ ലഭ്യത കുറയാൻ കാരണമാണ്. മധ്യേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഓഹരി വിപണി നേരിടുന്ന തളർച്ചയാണ് സ്വർണ്ണ നിക്ഷേപങ്ങളുടെ സ്വീകാര്യത കൂട്ടുന്നത്. സുരക്ഷിത നിക്ഷേപം എന്നോണം നിക്ഷേപകർ സ്വർണത്തിലേക്ക് നിക്ഷേപങ്ങൾ മാറ്റുകയാണ്. ഇത് വിലക്കയറ്റം സൃഷ്ടിക്കുന്നതിന് മറ്റൊരു കാരണമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണം കൈവശം വെച്ചിരിക്കുന്നത് ഇന്ത്യൻ കുടുംബങ്ങളാണ്. അനൌദ്യോഗിക കണക്കുപ്രകാരം ഇന്ത്യയിലെ വീടുകളിൽ 25,000 ടൺ സ്വർണമുണ്ടെന്ന് പറയുന്നു. ഈ സ്വർണം പൊതുവിപണിയിൽ എത്തിച്ച് പണവിനിമയം സാധ്യമാക്കുന്ന ഗോൾഡ് മോണിറ്റൈസേഷൻ പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. പലിശ നിരക്ക് തീരെ കുറവായിരുന്നതിനാൽ പദ്ധതിക്ക് സ്വീകാര്യത ലഭിച്ചില്ല. 2022-ൽ കേന്ദ്ര സർക്കാർ സ്വർണ്ണ ഇറക്കുമതി തീരുവ 7.5% നിന്നും 12.5% കൂട്ടിയതോടെ കള്ളക്കടത്ത് വർദ്ധിക്കാനും നികുതി വെട്ടിച്ചുള്ള സമാന്തര കച്ചവടം കൂടാനും ഇടയാക്കിയെന്ന് ജ്വല്ലറി വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി. സ്വർണ്ണാഭരണങ്ങൾ കൂടാതെ ഗോൾഡ് ബാർ, ഗോൾഡ് കോയിൻ എന്നിവയിലെ നിക്ഷേപവും കൂടിയതോടെ ആഗോളതലത്തിൽ സ്വർണത്തിന്റെ ആവശ്യവും ഉപയോഗവും വർദ്ധിച്ചു. സ്വർണത്തിന്റെ വിലക്കയറ്റം സാധാരണക്കാരെ വലയ്ക്കുമെങ്കിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഇത് കാരണമാകും. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ പണപ്പെരുപ്പത്തിനുള്ള പ്രതീക്ഷയും സെൻട്രൽ ബാങ്കുകൾക്ക് കരുതൽ ശേഖരത്തിൽ ഉണ്ടാകുന്ന വർധനവും വിവിധ ഗവൺമെന്റുകൾക്ക് കയറ്റുമതി വരുമാനത്തിലും ധനനയത്തിലും ഉണ്ടാകുന്ന ഉയർച്ചയും കാതലായ മാറ്റങ്ങൾക്ക് കാരണമായേക്കും. എന്തായാലും സ്വർണവില ഇനിയും കൂടുമെന്നല്ലാതെ കുറയുമെന്ന് തോന്നുന്നില്ല.